എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സിനിമയായിട്ട് മാറട്ടെ, നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു, ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷൻ സെറ്റായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. അത്രയ്ക്കും ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഒരു പടം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ പടം തിയേറ്ററിൽ എത്തുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ തോന്നുന്നു. ആന്റണി, why so serious, man? ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, സന്തോഷത്തിന്റെ ഒരു ഉണ്ടംപൊരി, അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ സ്വന്തം ഷെരീഫിക്കയുടെ അടുത്താണ്. അതേപോലെ തന്നെ ക്യൂബ്സിനോൾ, പിന്നെ സൗഹൃദങ്ങൾ, അത് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട്. ആ ഒരു മാജിക്കാണ് ഇവിടെ കാട്ടാളത്തിൽ നടക്കുന്നത്. പോള് എൻ്റെ കൂട്ടുകാരനാണ്, കുറേ വർഷത്തെ പരിചയമുള്ളതാണ്. അതേപോലെ തന്നെ ഷെരീഫിക്കനെ എനിക്ക് കുറേ നാളായിട്ട് പരിചയമുള്ളതാണ്. ഷെരീഫിക്കായിട്ട് പരിചയപ്പെട്ടത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ, ദുബായിൽ വെച്ച് കാണുമ്പോഴും നാട്ടിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു സിനിമ ചെയ്യാം, സ്ക്രിപ്റ്റ് വന്നാൽ പറയണം, അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അത് ചുമ്മാ ഞാനപ്പോൾ വിചാരിച്ചത് ചുമ്മാ തമാശക്ക് പറയുന്നതാണ് എന്ന് വിചാരിച്ചത്. പക്ഷെ പറഞ്ഞു കളി കാര്യമായി. അതങ്ങനെ കാട്ടാളൻ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പോൾജീനെ പറ്റി പറയാനുള്ളത്, പോള് നേരത്തെ എന്നെ പറ്റി പറഞ്ഞു, ഇപ്പൊ ഒരു 5 സ്ക്രിപ്റ്റ് അവൻ എഴുതി, അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോള് വന്ന് കഥ പറയും, ഞാൻ എടാ നമുക്ക് ചെയ്യണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പോള് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോകും, അപ്പൊ അത് നടക്കൂല. അപ്പം എനിക്ക് പോളില് കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളില് പരിഭവമില്ല. ഇപ്പൊ സ്ക്രിപ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ സിനിമ നടക്കല്ല എന്ന് പറഞ്ഞാലും പോളിലൊരു സങ്കടമില്ല. പോള് എപ്പോഴും കീപ് വർക്കിംഗ് ആണ്. അടുത്ത സ്ക്രിപ്റ്റ് എഴുതും, അപ്പോഴും അത് പരാജയപ്പെടും, അടുത്ത സ്ക്രിപ്റ്റ് എഴുതും, പിന്നെയും എഴുതി ഇങ്ങനെ പോള് കാട്ടാറിലേക്ക് എത്താണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതൊരു വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ, നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ പോളയാണിയാ, നമുക്ക് പൊളിക്കണ്ടേ? അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ജെറോമിന്റെ വീട്. അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞ് നടന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ എന്നെയും ഞാൻ അവനെയും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ജെറോം കൂട്ടുകാരെല്ലാവരും കൂടി, ഇപ്പൊ ജെറോം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അതേപോലെ തന്നെ ജോബി ചേട്ടനായിട്ടും പരിചയമുണ്ട്, പോളായിട്ടും പരിചയമുണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് പടം ചെയ്യാനായിട്ട് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതിൽ, ആ ഭാഗ്യം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഈ സപ്പോർട്ട് ഇനിയും നമ്മുടെ കാട്ടാളൻ സിനിമയ്ക്ക് ഉണ്ടാവണം. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നന്ദി. മാർക്കോയുടെ പിറകിൽ പ്രവർത്തിച്ച, അതിൽ അഭിനയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഹനീഫിൻ്റെയും പേരാണ്. ഹനീഫ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഹനീഫ് അതേനി ഉണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് ടു യു ഓൾസോ. ബാക്കി എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇന്ന് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം പോൾ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. പോൾ എൻ്റെ കൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ
പോളിൻ്റെ സിനിമ തുടങ്ങുന്ന വേദിയിൽ പോളിനോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വലിയ വിജയമാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. കാട്ടാളൻ്റെ വലിയ എന്താ പറയുക, ഇത്രയും വലിയൊരു ഇവന്റ് ഇവിടെ നടക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറയായിരുന്നു, ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷൻ സെറ്റായല്ലോ എന്ന് ഞാൻ പറയായിരുന്നു. അത്രയ്ക്കും ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഒരു പടം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ പടം തിയേറ്ററിൽ എത്തുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും അത് ഒരു വലിയ വിജയമാകട്ടെ, മാർക്കോ പോലെ തന്നെ. പിന്നെ ഇപ്പോൾ ഷെരീഫ് ബ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എൻ്റെ ഒരു മോശം ദിവസത്തിനെ ഒരു നല്ല ദിവസമാക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഷെരീഫ് ബ്രോനെ, അത് എൻ്റേന്ന് മാത്രമല്ല പലരുടെയും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും പോസിറ്റീവാണ് ഡൂഡ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പുള്ളിയോട് എപ്പോഴും പറയാനുള്ളത്. താങ്ക് യു മാം. അപ്പോൾ വേറൊന്നും ഇതിൽ കൂടുതൽ പറയാനില്ല. കാട്ടാളൻ തീർച്ചയായും വലിയ വിജയമായിരിക്കും. താങ്ക് യു. So we know about your experience as Cyrus, but then how is this one going to be? What do you think? Well, good evening everyone. Thank you for joining us. Anthony, why so serious, man? Well guys, I'm very thankful today. Sharif, this is our second collaboration. I'm very glad that I'm part of Catalan again. Paul, thank you for giving me Eddie. Guys, अगर Cyrus 100% है, so Eddie is 200%. It's going to be a crazy film जो मलयालम में बनी होगी. So I'm grateful, Sharif bhai, and I'm very happy for you. You know, Marco was a huge success, and this is going to be one more huge and huge. Guys, जितना प्यार आपने मार्को को दिया है, जो blessings आपने मार्को को दिए हैं, so please give to Catalan also. I'm sure आप disappoint नहीं होंगे. You won't disappoint, guys. Thank you for loving Cyrus. Thank you for loving Kabir. Without you guys, I'm nothing. It's been 10 years in the industry. 75 plus films all over India, Hindi, Punjabi, Tamil, Telugu, Kannada, Malayalam. And especially after Marco, the love I got from Kerala. I've got some 20,000 messages for Marco that they accepted me with whole heart. So thank you, Sharif. And Hanif bhai is not here. Thank you, Hanif sir, for giving Marco and giving me Cyrus. It's for lifetime. Thank you. Thank you, Paul. Thank you. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഹിയർ. ജനറലി ആസ് ഫിൽം മേക്കേഴ്സ്, ബീറ്റ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ, വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സെറ്റുകളിലാണ്. ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പം ആ സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാവരും കൈൻഡ് ഓഫ് ബിക്കംസ് യുവർ ഫാമിലി. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദറ്റ് ബിഫോർ ഈവൻ ടേക്കിംഗ് ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ദിസ് ഫിലിം that this entire set or the entire crew and cast feels like family to me already. So adinde biggest reason is Cubes Entertainment and Sharifika and Jumana, because I feel like as a production house they are giving such a warm feeling to everybody who's joining this team, including me. Karanam bhashakku adheedamai പല ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആക്ടേഴ്സും ടെക്നീഷ്യൻസും ജോയിൻ ചെയ്യുന്ന ഒരു സിനിമ കൂടി ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം ഫീൽ വെൽക്കം ആൻഡ് മേക്ക് ദം ഫീൽ കംഫർട്ടബിൾ ടു ഗിവ് ദെയർ ബെസ്റ്റ് ഔട്ട്പുട്ട്. സോ ഐ തിങ്ക് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് അസ് ഫീൽ ദാറ്റ്. പോളിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദിസ് ഇസ് നോട്ട് ഹിം. എഴുതി വെച്ചിരിക്കുന്ന ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പെപ്പയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് മൈ ജേർണി ഫോർ കാട്ടാളൻ. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ, ഐ മീൻ പെപ്പ ഈസ് ഓൾറെഡി എ പ്രൂവൺ ആക്ടർ, ഹീ ഈസ് എ സൂപ്പർ സ്റ്റാർ. പക്ഷേ ദിസ് ഇസ് ഗോണ ടേക്ക് ഹിം ടു much bigger heights. അടുത്തൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ പെപ്പയ്ക്ക് സാധിക്കട്ടെ. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഹിയർ. ജഗദീഷ് ഏട്ടാ, സിദ്ദിഖ, എവറിബഡി, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ വൺസ് അഗൈൻ. ആൻഡ് ഒരുപാട് നമ്മൾ തന്നെ ബിൽഡപ്പ് കൊടുക്കണ്ട അല്ലേ. വി ജസ്റ്റ് ഹോപ്പ് ദാറ്റ്
all this effort will pay off in the very end, and we hope this support, ഇന്ന് നിങ്ങൾ ഇവിടെ തരുന്ന support, will be there even after 100 days of the release of the film. Thank you so much once again.